എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിജു എന്നാണ്, ബിജു ആൻ്റണി. നമ്മളെന്താ പറഞ്ഞ പോലെ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഒരു പഴഞ്ചൊല്ല്. കാരണം വെച്ചാൽ ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. കാരണം ഞങ്ങൾ ടോസ്റ്റ് മാസ്റ്ററിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കാനും കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ വന്നാരണം. എനിക്ക് ആക്ച്വലി ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ വിലയൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ആളുടെ ഇങ്ങനെ പഠനം കാര്യങ്ങളുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഓരോന്ന് പറയുമ്പോൾ വൈഫിൻ്റെ അടുത്തൊക്കെ വീട്ടിൽ വന്ന് പറയുന്നത് മെഹ്റൂഫ് ഇങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു 12 വർഷത്തോളമായിട്ട് ഡയബറ്റിക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു ഇൻഷുറൻസിൻ്റെ ചാർജ് കഴിഞ്ഞിട്ട് 20% മാത്രം ഒരു 600 ദിർഹംസിന് മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആക്ച്വലി മെഹ്റൂഫ് എന്നെ അഡ്വൈസ് ചെയ്യും, നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. ഞാൻ കുറച്ച് നാളൊന്ന് ഫോളോ ചെയ്യും, വീണ്ടും പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ വീണ്ടും പഴയ പോലെ തന്നെ പോകും. വീണ്ടും ഞാൻ തിരിച്ച് മെഹ്റൂഫിൻ്റെ അടുത്ത് പറയും, വീണ്ടും ഇന്ന് തുടങ്ങി വീണ്ടും ഷട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയും, ഇന്ന് തുടങ്ങി ഞാൻ ഗുളിക നിർത്തി വീണ്ടും മെഹ്റൂഫ് പറഞ്ഞ പോലെ ഫോളോ ചെയ്യാം. പക്ഷേ അതിനാൾ പോലെ കുറച്ച് നാൾ ഇങ്ങനെ വീണ്ടും പോകും, പിന്നെ അങ്ങനെ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഗുളികയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ബുക്കിൻ്റെ സ്റ്റഡി ചെയ്യുന്നുണ്ടല്ലോ. ബുക്കിൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞത് ശരിക്കും സ്റ്റഡി ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ പാരഗ്രാഫ് എടുത്തിട്ട് അതിൻ്റെ ശരിക്കും നമ്മൾ ഇന്ന് വായിക്കുന്ന ആ ഒരു മീനിങ് ആയിരിക്കില്ല. പിന്നെ മെഹ്റൂഫായിട്ട് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേറൊരു മീനിങ് ആയിരിക്കുന്നത്. അത് 7 പ്രാവശ്യം വായിക്കണം എന്ന് പറഞ്ഞത് തന്നെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻ ഡെപ്തിൽ മീനിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സ്റ്റഡി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഈ സ്റ്റഡി. നമ്മൾ ബുക്ക് റീഡിങ്ങും ബുക്ക് സ്റ്റഡിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെപ്ത് ഡീപ്പിലുള്ള ആ ഒരു മീനിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും മനസ്സിലാക്കാൻ പറ്റും ശരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വൈഫും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ കൊണ്ടുവന്നത് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾക്കത് ഇപ്പോഴാണ് ആക്ച്വലി കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുറച്ച് അധികം ആയിട്ടില്ല കാര്യങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമായിരുന്നാലും ആക്ഷൻ ടേക്കേഴ്സ് ആർ മണി മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോഴാണ് നമ്മളതിൻ്റെ ആക്ഷൻ എടുത്തു തുടങ്ങിയത്. ആക്ഷൻ എടുത്താൽ മാത്രമാണ് നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ആക്ഷനിലേക്ക് കടന്ന് തുടങ്ങിയിട്ടുള്ളത് ശരിക്കും പറയണമെങ്കിൽ. ഓൾ റൈറ്റ്, താങ്ക് യു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പിന്നെ ഈ ഫുഡ് എന്ന് കഴിക്കുന്നെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, നീ ഇൻഗ്രീഡിയൻസ് നോക്കുന്നുണ്ടാണ് നീ ഇങ്ങനെ മെലിഞ്ഞു പോകുന്നത്, നീ എല്ലാം നോക്കി കഴിക്കുന്ന പോലെ. പിന്നീട് ഞാൻ പിന്നെ ഈ മെഹ്റൂഫിനെ കണ്ട ശേഷം ശരിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മനസ്സിലായി. അതിനൂടെ ഈ ഇപ്പം നമ്മളറിയല്ലോ മധുരമായിട്ട് പല ഓമന പേരിലാണ് ഇപ്പോൾ ഷുഗർ അറിയുന്നത്. സർക്കോസ്, മറ്റായി, അണി, കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ കൂടുതൽ എൻ്റെ വിസ്ഡമാണ് കിട്ടിയത്. പിന്നെ അത് കൂടാതെ നമ്മൾ 1-to-1 സെഷൻ ഉണ്ട് എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് എനിക്കിൻ്റെ മെഹ്റൂഫ് ഇതെന്ത് എനിക്ക് മനസ്സിലാവില്ല, ഒന്നും കൂടി പറഞ്ഞു തരുമ്പോൾ ഇല്ലേ അതിൻ്റെ ടെക്സ്റ്റല്ല കിട്ടുന്നത്. എനിക്ക് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും ഒരു വിസിറ്റമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ പുസ്തകം ഞങ്ങൾ പിന്നെ റീഡ് ചെയ്യല്ല, നമ്മൾ അതിനൊരു ലേൺ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ എന്താണ് അറ്റ്മോസ്ഫിയറിലേക്ക് ഞാൻ എത്തി. അപ്പോൾ പണ്ട് ഞാൻ നോക്കിയ ഇൻഗ്രീഡിയൻസ് അതിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. സത്യം പറഞ്ഞാൽ മെഹ്റൂഫായി എനിക്ക് തോന്നിയത് ആ ബുക്ക് ജീവിക്കുന്ന മാതിരിയാണ്. ആ ബുക്കിൽ കറക്റ്റ് കോപ്പി ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് ജീവിക്കുന്ന ഉദാഹരണമായിട്ട് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. ഗ്രൂപ്പ് കോച്ചിങ് കഴിഞ്ഞാൽ വെച്ചാൽ മെഹ്റൂഫായി നമുക്കിങ്ങനെ എല്ലാം ഫോക്കസ്ഡായിട്ട് നോക്കും, കറക്റ്റായി അതിൻ്റെ എസൻസ് പറഞ്ഞത് ഗ്രൂപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പോസിറ്റീവ് റിയലൈസേഷൻ ഓഫ് വർത്തി ഐഡിയൽ എന്ന് പറയും. പക്ഷേ ഞാൻ വായിച്ചിട്ട് പോയി, പക്ഷേ അതെന്ത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് മെഹ്റൂഫായി പറയുന്നത് വർത്തി ഐഡിയൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 17th നവംബർ ആകുമ്പോൾ എൻഡായി ഒരു ഗോൾ, പിന്നും ഗോൾ സെറ്റ് ചെയ്യുക. അതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പോൾ പിന്നെ ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിൻ്റെ കയ്യിൽ ഇത് മോതിരമുണ്ട്, ഇത് മെഹ്റൂഫായി റെക്കമെൻഡ് ചെയ്തതാണ്. ഹെൽത്ത് എന്ന് ഞാൻ മൊബൈൽ നോക്കി കഴിഞ്ഞാൽ മെഹ്റൂഫായിക്കെല്ലാം അറിയാം. എന്നോട് കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചു, ഇനി എൻ്റെ ഉറക്കം കുറവാണല്ലോ, ഡീപ്പ് സ്ലീപ്പ് കുറവാണല്ലോ. 1 hour കുറവായിരുന്നു കുറേ കാര്യങ്ങൾ. എൻ്റെ ഡീപ്പ് സ്ലീപ്പ് കൂടിയിട്ടുണ്ട്, ഇപ്പോൾ 2 hours ആയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് നമ്മളെ ഗ്രൂപ്പ് കോച്ചിങ്ങിൽ. ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഞങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. താങ്ക് യു സോ മച്ച്.